കൂടുതൽ കളിച്ചാലേ നിന്റെ ചെവിക്കല്ലടിച്ച് പൊളിക്കും ഞാൻ. ഇന്നൊന്ന് പൊളിക്ക്, ഞാൻ നോക്കട്ടെ. നല്ലത് എന്റെ മോനിക്ക് എന്നെ വേണമെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ജീവിക്കണം. ചിന്തിച്ചോണ്ടിരിക്കുക കേട്ടിയവണ് നാണം കെട്ടവന്. ഇപ്പൊ അവളുടെ പിന്നാലെ ഈ മണകുളാഞ്ചന ഇറങ്ങി പോവോ? ഒന്നും പറയാൻ പറ്റില്ല. പോയൊന്ന് മനസ്സ് മാറ്റാ, കുറച്ച് വേഷം അങ്ങോട്ട് കുത്തിയേക്ക. നീ എന്തിരിപ്പാടം അതിനത് എവള് പോയി. ഇനിയിപ്പോ നീ അതെന്നെ ആലോചിച്ചും കൂടി ഇരുന്നിട്ട് എന്താ കാര്യം? അവൾക്ക് നിന്നെ വേണ്ടാത്തോണ്ടല്ലേ അവള് തോന്നിയ പോലെ ഇറങ്ങിപ്പോയത്. ഞാൻ നിന്റെ അടുത്ത് എപ്പോഴും പറയാറുണ്ട് അവളൊരു തന്നിഷ്ടക്കാരിയാണെന്ന്. അഹങ്കാരി. ഇനി ഞാൻ അവളെ ഈ വീട്ടിൽ കയറ്റില്ല. എന്റെ മഴ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് തോന്നിയ പോലെ ഇട്ടിട്ട് പോയതിന് എന്തിനാണ് ഞാൻ എന്റെ വീട്ടിൽ കയറ്റുന്നത്? ഞാൻ പറയണെങ്കിലേ അവൾക്ക് വേറൊരുത്തനായിട്ട് എന്തോ ചുറ്റിക്കളിയുണ്ട്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. നീ ഇവിടെ ഇല്ലാത്തപ്പം അവളുടെ ഒരു ഒളിഞ്ഞു മറിഞ്ഞുള്ള ഒരു ഫോംവിളി. ഇത് അതന്നെ സംഭവം, അതന്നെ ഇതന്നെ താപ്പെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ ഇട്ടിട്ട് പോയി. അല്ലെങ്കിൽ പിന്നെ ഞാനിപ്പോ അവളുടെ മുഖത്ത് ഇങ്ങനെ ഒന്ന് ആക്കി പറഞ്ഞുകൊണ്ട് നിന്നെ ഉപേക്ഷിച്ചിട്ട് പോകേണ്ട വല്ല ആവശ്യമുണ്ട് അവൾക്ക്? അവളുടെ ഉദ്ദേശേ വേറെയാണ്. നീ അത് വിടറമാനെ. കുട്ടികളും മക്കളൊന്നും ആയിട്ടില്ലല്ലോ. നിനക്ക് ഇനിയും നല്ല തങ്കം പോലുള്ള പെണ്ണുങ്ങളെ കിട്ടും. നീ അവിടുന്ന് എടുത്തിട്ടൊന്ന് കുളിക്കാൻ നോക്ക്. പിന്നെ ഇനിയും നിന്നെ പെണ്ണ് കെട്ടിക്കല്ലേ? ഒരുത്തിനെ കൊണ്ട് തന്നെ എനിക്ക് മതിയും കൊതിയായി. ഉമ്മ, എനിക്കൊരു ഗ്ലാസ് ചായ എടുക്ക്, ഭയങ്കര തലവേദന. ഇപ്പൊ കൊണ്ടുവരാം. ഉമ്മ കുറച്ച് ചുടുവെള്ളം കൂടി വെക്കാം. ചായ കുടിച്ചിട്ടേ ചുടുവെള്ളത്തിലൊന്ന് കുളിക്ക്. ആ തലക്കാൻ അങ്ങോട്ട് പോട്ടെ. നീ അവിടെ പോയിരുന്നു. ഉമ്മ അങ്ങോട്ട് കൊണ്ടുവരാം. ഒരു ചായ ചോദിച്ചിട്ട് എത്ര നേരമായി. ഈ ഉമ്മ എന്താ ചായ കൊണ്ടുവരാത്ത? ഉമ്മ, ഉമ്മ. അതെ, അതെന്തായാലും നന്നായിടി. ഉമ്മ, ഉമ്മ. നിക്ക് ഒരു മിനിറ്റ്. അങ്ങനെ വേണടി അവൾക്ക്. പിന്നെ അല്ലാണ്ട് എന്താണോ എത്ര ദ്രോഹിച്ചാക്കണോ നിന്നെ? ഇത് പടച്ചം കൊടുത്തതാടി. അങ്ങനെ അങ്ങോട്ട് വിചാരിച്ചാ മതി. ശരി എന്നാ. എന്താടാ, എന്തിനാ കിടന്ന് കാരണത്? ഒരു ചായ ചോദിച്ചിട്ട് എത്ര നേരമായി. ചായ എവിടെ? അയ്യോ, ഞാനത് മറന്നടാ. മൂത്തുമ്മ വിളിച്ചപ്പോഴേ അങ്ങനെ സംസാരിച്ചും കൊണ്ടിരുന്നു. മൂത്തുമ്മന്റെ മൂത്ത മരുമകളില്ലേ സഫിയ, ആ പെണ്ണിന്റെ ഒരു കാലൊടിഞ്ഞു അത്ര. ഞങ്ങൾ അതും പറഞ്ഞുകൊണ്ടിരിക്കായിരുന്നു. ആ ഒരുമട്ടോൾക്ക് അങ്ങനെ തന്നെ വേണം. അവിടെ പോയ അവളുടെ ഒരു പവറും ചാടിയും കൂടി കണ്ട എന്തായാലും നന്നായി. എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ എനിക്ക് കുടിക്കാനുള്ള വെള്ളമെങ്കിലും ചൂടാക്കിണ്ടോ? ഇല്ലടാ, നീ ഒരു കാര്യം ചെയ്യ്, പച്ചവെള്ളത്തിൽ കുളിക്കുക. ഇപ്പൊ ചൂടല്ലേ, പച്ചവെള്ളത്തിൽ കുളിച്ചാലോ ഒരു ഉഷാർ കിട്ടുള്ളൂ. ഞാനേ ഈ കേസ് ചൂടാറിന് മുമ്പ് ഇളയമാക്കൊന്ന് വിളിച്ച് പറയട്ടെ കേട്ടാ. അയ്യേ, ഇതെന്താ ഇത്? ഉമ്മ ഷർട്ട് തിരുമ്പിയിലാണാവോ? എന്താടാ ഇത് നോക്ക്, ഈ ഷർട്ടിൽ ഒരു കറ. നിങ്ങൾ ഇത് തിരുമ്പിയിട്ടില്ലേ? ഇല്ല. ഇല്ലേ? അപ്പൊ നിങ്ങളുടെ അടുത്തല്ലേ ഞാൻ തിരുമ്പിയിടാൻ പറഞ്ഞത്? പിന്നെ നീ പറയുമ്പോ ഞങ്ങൾ തിരുമ്പിയിടാനേ ഞാൻ നിന്റെ കെട്ടിയോളൊന്നുമല്ല, നിന്റെ തള്ള. എനിക്ക് വയസ്സും പ്രായമൊക്കെ ആയതാണ്. ആ ഷർട്ട് ആകെ ഒരു വട്ടം ഇട്ടിട്ടുള്ളൂ. ഇനി 2-3 വട്ടം കൂടി ഇടാ, എന്നിട്ട് തിരുമ്പിയാ മതി. ഇനിയിപ്പോ അത് തിരുമ്പണമെന്ന് നിനക്ക് നിർബന്ധമാണെങ്കിലേ നീ ഒരു കാര്യം ചെയ്യാവുന്ന കുത്തിപ്പിഴിഞ്ഞിട്. അയ്യോ, സമയം 2 മണിയായി. എനിക്ക് കുടുംബശ്രീ ഉണ്ട്. അയ്യോ. അയ്യേ, ഇത് എന്തൊക്കെ ഷർട്ടിലൊരു കറ? എവിടെ? ഇതാ കയ്യിലേ. ഇക്ക ദൂരെ, ഞാൻ തിരുമ്പിയിട്ടെ. അത് കാണും കൂടി ഇല്ല. അതിപ്പോ നീ തിരുമ്പൊന്നും വേണ്ട. പിന്നെ ഇക്ക കല്യാണത്തിനല്ലേ പോണത്? ഈ തലയും കലയൊക്കെയുള്ള ഷർട്ട് ഇട്ടിട്ടാ പോണത്. ഞാൻ വേറെ ഒരെണ്ണം തേച്ച് വെച്ചിട്ടുണ്ട്, അത് എടുത്തു തരാം. വേണ്ടടി. ഊരിക്ക. എന്താ ഒരു വെയില്. ഈ ഉമ്മറത്തെ വാതിലും തുറന്നിട്ടിട്ട് ഈ ചക്കൻ ഇത് എവിടേക്കാ പോയത്? ഇപ്പോഴും ആ ചക്കൻ ഈ വാതിൽ അടച്ചുകൊണ്ട് ആ പെണ്ണിനെയും ചിന്തിച്ചുകൊണ്ടിരിക്കുക. കാരണം എന്റെ ചിന്തയൊക്കെ ഞാൻ ശരിക്ക് കൊടുക്കുന്നുണ്ട്. പൈസേ വാങ്ങോക്ക്. നീയോ? ഞാൻ തന്നെ.
ഈ ഞാൻ തന്നെ. നീ എന്തിനാ ഇങ്ങോട്ട് കയറി വന്നത്? ഇറങ്ങടി എന്റെ വീട്ടിൽ നിന്ന്. എന്റെ മകന് വേണ്ട പറഞ്ഞിട്ട് ഉപേക്ഷിച്ചുകൊണ്ട് നീ വലിയ ആളായിട്ട് ഇറങ്ങി പോയതല്ലേ, പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് കയറി വന്നത്? എന്താ മതിയായ നിനക്ക്? എന്റെ മാനിക്ക് നിന്നെ വേണ്ടടി. എന്റെ മാനിക്ക് ഞങ്ങളെ വേറെ കല്യാണം ആലോചിക്കാൻ പോവാ. ആഹാ, അവിടെ വരെയൊക്കെ ആയ കാര്യങ്ങള് അത് ഞാൻ അറിഞ്ഞില്ല. അല്ല, കല്യാണത്തിന് എന്നെയും വിളിക്കില്ലേ? വിളിക്കോടി, നിന്നെയും വിളിക്കും, നിന്റെ വാപ്പാനും ഉമ്മാനെയും ഒക്കെ വിളിക്കും. നാശം പിടിച്ചവള്. വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്ത് കള്ളനെ പോലെ ഉള്ളിക്കറി വന്ന് റൂമിൽ വാലടച്ചുകൊണ്ടിരിക്കേ. പേരും കള്ളി. നിക്ക്, എന്റെ മകനും കൂടി വരട്ടെ, അവനെ നിന്നെ കുത്തിന് പിടിച്ച് പുറത്താക്കിക്കോളും. ആര് വന്ന് പുറത്താക്കിയാലും ഞാൻ ഇവിടുന്ന് പോവില്ല. നിയമപ്രകാരേ ഇപ്പോഴും ഞാൻ നിങ്ങളുടെ മാന്റെ ഭാര്യയാണ്. പിന്നെ ഞാൻ ഇവിടുന്ന് എവിടേക്കാ പോണ്ടത്? ഓ, എന്റെ ഒരു ഭാര്യ. നിനക്കേ അന്ന് പറഞ്ഞ എന്റെ നിന്ന് കിട്ടിയത് ഓർമ്മയുണ്ടോ? അതുപോലെ ഇനിയും തരാനേ എന്റെ കൈക്ക് ഒരു മടിയില്ല. നീ കൂടുതൽ കളിച്ചാലേ നിന്റെ ചെവിക്കല്ലടിച്ച് പൊളിക്കും ഞാന്. നമ്മൊന്ന് പൊളിക്ക്, ഞാനൊന്ന് നോക്കട്ടെ. അപ്പൊ നീ ഇതിനുള്ളിൽ ഉണ്ടായിരുന്ന? എന്നിട്ടാണ് അവളുടെ പ്രസവം കേട്ടുകൊണ്ട് വായടച്ചുകൊണ്ടിരിക്കുന്നത്. കൊടുക്കട അവളുടെ കാരണത്ത് 4 എണ്ണം, എന്നിട്ട് വലിച്ചിറക്കി മാറ്റി പുറത്താക്കാം പണ്ടാരത്തിന്. എന്തിനാ ഞാൻ എന്റെ ഭാര്യനെ ഇവിടെ നാട്ടിൽ പുറത്താക്കണ്? ഞാൻ എവിടെയാണോ അവിടെ എന്റെ ഭാര്യ ഉണ്ടാവും. ഉമ്മാക്ക് അവളിവിടെ നിൽക്കുന്നത് ഇഷ്ടമില്ലെങ്കിലേ ഇറങ്ങാ. പക്ഷെ അത് ഞങ്ങൾ രണ്ടാളും കൂടി ആയിരിക്കും. പിന്നെ ഈ വീട്ടിക്ക് കാലൂത്തില്ല ഞാന്. അയ്യേ, കോന്താ പെങ്കോന്താ, അവളുടെ മണം തട്ടിപ്പത്തിന് നീ എല്ലാം മറന്നൂല്ലടാ. നിന്നെ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി പോയതാടാ അവളെ. എന്നിട്ട് വലിഞ്ഞു കയറി വന്നാക്കണു. നിനക്ക് പറ്റില്ലെങ്കിലേ ഞാൻ ഇറക്കി വിടറ അവളെ. ഇവിടെ ഇറങ്ങടി. വേണ്ടമ്മ, അവളൊന്നും ചെയ്യണ്ട. അവളിങ്ങോട്ട് വലിഞ്ഞു കയറി വന്നോന്നല്ല, ഞാൻ അവളിങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നതാ. ഒരു ദിവസം എന്റെ ഭാര്യന്റെ കൂടെ ഇല്ലാണ്ടായപ്പോഴാ എനിക്ക് അവളുടെ വില മനസ്സിലായത്. നിങ്ങൾക്ക് എന്റെ കാര്യങ്ങൾ നോക്കാനൊന്നും ഒഴിവില്ലല്ലോ. ഒരു ഗ്ലാസ് ചായ എടുത്തു തരാൻ പോലും നിങ്ങൾക്ക് സമയമില്ല. മറ്റുള്ളവരുടെ കുറ്റവും കുറവും പരദൂഷണവും ഒക്കെ പറഞ്ഞു നടക്കല്ലേ നിങ്ങളുടെ വഴി. നിങ്ങൾക്ക് വേണ്ടിയിട്ടേ എന്റെ ഭാര്യനെ നഷ്ടപ്പെടുത്താനേ എനിക്ക് വയ്യ. അവളില്ലാണ്ട് എനിക്ക് ജീവിക്കാനും പറ്റില്ല. ഇനി മേല നിങ്ങൾ അവൾ എന്തെങ്കിലും കാട്ടുക പറയുക ചെയ്താ. ആഹാ, അപ്പൊ നീ എന്റെ നേരത്തെ കൈ ചൂണ്ടി സംസാരിക്കാനും ആയില്ലടാ. കൂടോത്രം എന്നെ ഇന്നലെ ഒരുമിട്ടോളം ഇവിടുന്ന് ഇറങ്ങിപ്പോയി. ഇന്ന് എന്റെ മാന്റെ മനസ്സ് മാറി. ഈ നഷ്ടമുള്ള എന്റെ മാനിക്ക് എന്തോ കൈവശം കൊടുത്തിട്ടുണ്ട്. ഉറപ്പ് എനിക്ക്. ഇനി ഞാൻ എന്തിനാ ജീവിക്കുന്നത്? ഞാൻ ചാവ് നല്ലത്. എന്റെ മാനിക്ക് എന്നെ വേണമെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ജീവിക്കുന്നു? എന്തൊക്കെ അത്? നീ അത് കാര്യാക്കൊന്നും വേണ്ട. എന്റെ മാനിക്ക് എന്നെ വേണ്ട. ഞാൻ എന്തിനാ ജീവിക്കണേ? ഞാൻ ചാവ് നല്ലത്. കെട്ടി തൂങ്ങി ചാവും ഞാൻ. നിങ്ങൾ എന്തൊക്കെയാ കാട്ടുന്നത്? നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി, ഞാൻ പറയട്ടെ. വേണ്ട, നീ ഒന്നും പറയണ്ട. പോരാടുന്നത് എനിക്ക് ആരുമില്ല. ഞാൻ ചാവും. നിങ്ങൾ എന്തൊക്കെ കാട് കൂട്ടിയിട്ടും കാര്യമൊന്നുമില്ല. എനിക്ക് എന്റെ പെണ്ണിനെ വേണം. പിന്നെ ചാവണോ ജീവിക്കണോന്നൊക്കെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എന്നാലും ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയാം. നിങ്ങൾ ഇവിടെ ഒരു ശത്രുവായിട്ട് കാണാണ്ടേ ഒരു മകളായിട്ട് കാണാൻ നോക്ക്. അങ്ങനെ കാണാൻ കഴിയണമ്മ. നിങ്ങൾക്കും ഇല്ല ഇതുപോലത്തെ ഒരു മകള്. അവൾക്കാണ് ഈ അവസ്ഥയെങ്കിലോ നിങ്ങൾ സഹിക്കുവോ? അപ്പൊ നിങ്ങൾ ആരിനെ കുറ്റം പറയും? ചിന്തിച്ചു നോക്ക്. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾ ചത്തോളി.